എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ കാണിക്കുക ആ അയൺ ജയൻ്റ് റോബോട്ടിനെ ആയിരിക്കും. അതിപ്പോൾ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും തകർന്ന് ഷട്ട് ഡൗൺ ആയി താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. കാരണം അതിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ജോയ് ബോയ് കൊടുത്ത ആ ഹോക്കി പവർ അത് പൂർണ്ണമായിട്ടും നശിക്കുന്നതിന് മുൻപ് തന്നെ ആ കയറ് പിടിച്ച് വലിച്ച് അത് റിലീസ് ചെയ്ത് അത് ലൂഫിയെ സഹായിച്ചു. ആ റോബോട്ടിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. കാരണം ജോയ് ബോയ് മരിച്ചതിന് ശേഷവും അവൻ്റെ പവർ ഉപയോഗിച്ച് ജോയ് ബോയെ പോലെ തന്നെയുള്ള ലൂഫിയെ അതിന് സഹായിക്കാൻ കഴിഞ്ഞു. സോ ആ ഒരു വലിയ ചാരിതാർത്ഥ്യത്തോടു കൂടെ തന്നെയാണ് അത് ഷട്ട് ഓഫ് ആയി താഴേക്ക് വീഴുക. ഇപ്പോൾ ജോയ് ബോയുടെ പവർ അതിന് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുകയാണ് ഒരു പരിധിവരെ. അതാണെങ്കിൽ ഇപ്പോൾ അയർലാൻഡിൽ തീയിൽ അങ്ങനെ കത്തിയെരിയാനായിട്ട് തുടങ്ങും. പക്ഷെ പൂർണ്ണമായിട്ടും അത് നശിക്കപ്പെട്ടോ എന്ന് കാണിക്കില്ല. കട്ട് ചെയ്ത ഇവിടെ ഹെഡ് ഓഫീസിൽ നിന്ന് എട്ടേട്ട് ഐലാൻഡിലേക്ക് കോൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എട്ടേട്ട് ഐലാൻഡിലുള്ള ആരും തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യില്ല. ഓപ്പോസിറ്റുള്ള നേവി സോൾജിയേഴ്സും വലിയ കമാൻഡേഴ്സും അവരുടെ ടെൻഷൻ അത് കൂടി വരും. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇവിടെയാണെങ്കിൽ ആ ഒരു ജയൻസ് അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. സത്യത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അവർക്ക് അനുകൂലമായ എന്തോ ഒന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. ലൂഫി ആണെങ്കിൽ കാര്യമായിട്ട് മനസ്സിലാക്കും ആ സുപ്രീം കിങ് ഹോക്കി പവർ അത് പുറത്തേക്ക് വരുത്തിയത് ആ ഒരു ജയന്റ് അയൺ റോബോട്ടാണ്. അതിന്റെ ബോഡിയിൽ നിന്ന് അത് ഷട്ട് ഡൗൺ ആവുന്നതിന് മുൻപ് ടയർ പിടിച്ച് വലിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹോക്കി പവർ പുറത്തേക്ക് വന്നതും ആ എൽഡേഴ്സ് അവർ തിരികെ പോയതും കുറേ ബാക്കിയുണ്ടായിരുന്ന നേവി കമാൻഡേഴ്സും സോൾജിയേഴ്സും എല്ലാവരും ബോധം കെട്ട് താഴെ വീണതും നമ്മുടെ ആൾക്കാർ സേഫായി കപ്പലിൽ ലാൻഡ് ചെയ്യിപ്പിച്ചതും. സോ ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് അനുകൂലമാണ്. സോ ലൂഫിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷം. അവനാണെങ്കിൽ ആ റോബോട്ടിനെ നോക്കി താങ്ക്സ് പറയും. ഇവിടെ ജയൻസ് ആണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് ചുറ്റും നോക്കും. നേവി ആൾക്കാരും എൽഡേഴ്സും എല്ലാവരും വലിയ മയക്കത്തിലാണ്. സോ ഇതാണ് പറ്റിയ അവസരം. അവരെപ്പോഴാണ് എഴുന്നേൽക്കുക എന്ന് പറയാൻ പറ്റില്ല. അവരെല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പോഴായിരിക്കും ആ ബോളിനകത്തുണ്ടായിരുന്ന സെർഫ്യൂമിനെ കാണിക്കുക. അതിലെ ആ പാമ്പാണെങ്കിൽ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. ആ സ്നേക്ക് പെണ്ണാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ ഒക്കെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് ലൂഫി ആണെങ്കിൽ ഇപ്പൊ ആ റോബോട്ടിനോട് വിളിച്ചു പറയും, താങ്ക് യു വെരി മച്ച്, നിന്റെ പവർ കൊണ്ടാണ് ഇത് സാധ്യമായത്. സ്നേക്ക് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ലൂഫിയെ നോക്കും. കാരണം അവള് ബോവ ഹാൻകോക്കിനെ പോലെ തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ബോവ ഹാൻകോക്കിന് ലൂഫിയെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യവും അവൾക്ക് നന്നായിട്ട് അറിയാം. സോ അവളാണെങ്കിൽ സന്തോഷത്തോടു കൂടെ ലൂഫിയെ നോക്കും. ലൂഫി ആണെങ്കിൽ കപ്പല് എൽബോഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറയും. അവനാണെങ്കിൽ സന്തോഷത്തിൽ നമ്മുടെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഒരുപാട് നേരം അവൻ ആ 5th ഗിയറിൽ അവന്റെ പവർ റിലീസ് ചെയ്തുകൊണ്ട് അവന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഡ്രെയിനായി അവൻ താഴേക്ക് വരും. ഉസോപ്പിനെയും ചോപ്പറിനെയും കണ്ടതിൽ ഇവിടെ ജയൻസിനാണെങ്കിൽ ഒരുപാട് സന്തോഷം. മഹാപ്രഭുക്കളെ നിങ്ങൾ കണ്ടതിൽ ഒത്തിരി സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മുൻപിൽ തല വണങ്ങി നിൽക്കും. ഇനി ഒട്ടും താമസിക്കേണ്ട ആവശ്യമില്ല, എത്രയും വേഗം ഇവിടുന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞ് അവശേഷിക്കുന്ന 2 കപ്പലിൽ ജയൻസും നമ്മുടെ ആൾക്കാരും അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ന്യൂസ് മോർഗനെ കാണിക്കും. അവനാണെങ്കിൽ ചെറിയൊരു ന്യൂസ് അത് കിട്ടിയാൽ മതി, അത് അവൻ ഡെവലപ്പ് ചെയ്ത് വലുതാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കിട്ടിയ ന്യൂസും അവൻ ഗ്യാസ് ഒക്കെ അടിച്ച് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാണ്. അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസുകളെ എല്ലാം തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തും. ഇത് നമ്മുടെ ടൈമാണ്, നമ്മുടെ ഈ ന്യൂസ് കണ്ട് എല്ലാവരും ഞെട്ടണം, ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളുടെ ന്യൂസിന്റെ ഹൈപ്പ് അത് കൂട്ടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആണെങ്കിൽ അസിസ്റ്റൻസിന് മുൻപിൽ അങ്ങനെ തള്ളി മറിക്കുകയാണ്. വിവിക്കാണെങ്കിൽ അതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. അവളാണെങ്കിൽ ഫുൾ കലിപ്പിൽ അവനെ നോക്കി കാർപ്പിച്ച് തുപ്പും. കാരണം അവന്റെ റീച്ചിന് വേണ്ടി ന്യൂസ് പലതും മാനിപ്പുലേറ്റ് ചെയ്താണ് ക്രിയേറ്റ് ആക്കുന്നതെന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. അവനാണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ട് പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരം നീ ന്യൂസ് കൊടുക്കും? ആക്ച്വലി ഡോക്ടർ വേഗോപ്പങ്ക് പറഞ്ഞത് ഈ ലോകത്തെ രക്ഷിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷെ നീ അതൊരു മനസാക്ഷിയും ഇല്ലാതെ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്നും ലോകം നശിക്കാൻ പോവുകയാണെന്നാണ് നീ നിന്റെ ന്യൂസിൽ ഇപ്പൊ പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇത് തീർത്തും തെറ്റാണ്. ഈ ലോകം അവസാനിച്ചാൽ അതിനൊപ്പം നീയും ഇല്ലാതാവുന്നുള്ള കാര്യം നീ മറന്നു. ഇത് കേട്ട് കൺട്രോൾ പോയ മോർഗൻ ആണെങ്കിൽ, നിർത്തണടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ ഇപ്രകാരം സംസാരിക്കും? നീ കൂടുതൽ എന്നോട് സംസാരിച്ച നീ ഇവിടെയാണുള്ളതെന്നുള്ള രഹസ്യം എന്റെ ന്യൂസ് പേപ്പറിലൂടെ ലോകം മുഴുവൻ അറിയിക്കും. അത് നിനക്ക് വലിയ വിപത്തായി മാറും. നിന്റെ വിധി അത് എന്റെ കയ്യിലാണ്. ഉറപ്പായാലും നിനക്ക് നെഗറ്റീവായ രീതിയിൽ ഞാനത് തിരുത്തി എഴുതും. അത് കേട്ട് വിവിക്കാണെങ്കിൽ യാതൊരു കുലുക്കവുമില്ല. അവയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികളിലൊന്നും തന്നെ മുട്ടുകുത്താറില്ല, തോൽവി സമ്മതിക്കാറില്ല. നീ എന്തെഴുതി പിടിപ്പിച്ചാലും എനിക്കതിൽ അതിശയമില്ല. ഓൾറെഡി മോർഗൻ നിന്റെ വികൃതമായിട്ടുള്ള മുഖം അതെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിന്റെ വാക്കുകളിൽ കള്ളമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സത്യം അത് ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യും. ആണെങ്കിൽ കൂടുതൽ കാര്യം പറയാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ വാക്പോൾ ആണെങ്കിൽ അവളുടെ വാ പൊത്തുകയാണ്. ഇവിടെ
മോർഗൻ ആണെങ്കിൽ അവന്റെ ദേഷ്യം 10 മടങ്ങാവും. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ അവളോട് റിക്വസ്റ്റ് ചെയ്യും, ബേബി നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മറ്റൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കാൻ കഴിയില്ല. ശത്രുക്കളുടെ കയ്യിൽ നമ്മൾ പെട്ടുപോയാൽ അത് വലിയ അപകടമാണ്. സോ ഇപ്പൊ നമ്മൾ കൂടുതൽ പ്രശ്നത്തിനോ തർക്കത്തിനോ പോവാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് കേട്ട് ഇവിടെ മോർഗൻ ആണെങ്കിൽ അവനോട് പറയും, സത്യത്തിൽ അവള് പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടർ വേഗോപങ്ക് പറഞ്ഞതനുസരിച്ച് ഈ ലോകം നശിക്കാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കിനി ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സോ എന്തുകൊണ്ട് എനിക്ക് സത്യം ലോകത്തോട് പറഞ്ഞുകൂടാ? സോ അങ്ങനെ ഒരു ചിന്ത എനിക്ക് അവളുടെ വാക്കുകളിൽ നിന്ന് തോന്നുകയാണെന്ന് പറയും. അത് കേട്ട് അവർ ഞെട്ടും. ഈ ലോകത്ത് ഞാൻ എന്തെഴുതുന്നോ അതാണ് സത്യം. സോ ഇനി മുതൽ ഞാൻ സത്യം മാത്രമേ എഴുതൂ. വിവി, നിനക്ക് കുറച്ച് കുറ്റബോധം തോന്നില്ലേ എന്നെ വെറുതെ കുറ്റപ്പെടുത്തിയതിൽ? അതിൽ വിവി ആണെങ്കിൽ തീർത്തു പറയും, എനിക്കൊരു തരിമ്പ് പോലും കുറ്റബോധം തോന്നുന്നില്ല. ഓൾറെഡി നീ ഒരുപാട് ഫേക്ക് ന്യൂസ് എഴുതിയവനാണ്. എന്നെക്കുറിച്ചെന്നല്ല ആരെക്കുറിച്ച് എന്തെഴുതിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞതുപോലെ ഈ ലോകം അവസാനിക്കാൻ പോവുകയാണെങ്കിൽ അതിൽ ഞാനും ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും വിഷയമുള്ള കാര്യമല്ല. നിനക്ക് എന്നെക്കുറിച്ചും എന്ത് വേണമെങ്കിലും എഴുതാന്ന് പറഞ്ഞ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവും. ആണം കെട്ട മോർഗനാണെങ്കിൽ ഇപ്പോ അവന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ തിരകെ പിടിക്കാനായിട്ട് അവന്റെ റിപ്പോർട്ടേഴ്സിനോട് പറയും, എത്രയും വേഗം കുറച്ച് ഹോട്ട് ന്യൂസ് നമ്മൾ ഉണ്ടാക്കണം. എംപറർ ബ്ലാക്ക് ബിയർഡ് വേഴ്സസ് ട്രഫാൽഗർ ലോ, എംപയർ റെഡ് ഹെയർ വേഴ്സസ് യൂസ്റ്റസ് കിഡ്, അവസാനമായിട്ട് എംപറർ സ്ട്രോഹാർ ലൂഫി അവൻ വേഗോപങ്കിനെ കൊന്നു. അതായിരിക്കണം ഇപ്പോഴത്തെ നമ്മുടെ ഹോട്ട് ന്യൂസ്. അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഇപ്പൊ വിവി ആണെങ്കിൽ അവനെ കള്ള എന്ന് വിളിക്കും. അത് കേട്ട് അവൻ ദേഷ്യപ്പെടുകയാണ്. മറ്റൊരു ഭാഗത്ത് സെന്റമറുവിനെ കാണിക്കും. അവനാണെങ്കിൽ ചെറിയൊരു വെള്ളത്തിൽ അവിടെ നിന്ന് പതിയെ കടന്നു പോവാണ്. അവൻ ഒരു സെക്കൻഡ് ഹെഡ് ഐലാൻഡിലേക്ക് നോക്കും. അതങ്ങനെ തകരുന്നത് കാണുമ്പോൾ അവൻ എന്തോ വളരെ ബാഡായിട്ട് ഫീൽ ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ കിസറു മാത്രം ആ ഒരു ഓക്കെ പവറിൽ ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. അവനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. തന്നെ അക്കൈനും ആണെങ്കിൽ നിർത്താതെ വിളിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത നിമിഷം കിസറു ആണെങ്കിൽ ഫോൺ എടുക്കും. എന്തുപറ്റി? അവിടെ ആരും എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അതിൽ കിസറു പറയും, ഇവിടെ ഉള്ളവരെല്ലാവരും കോൺഷ്യസ് ആയിട്ട് കിടക്കുകയാണ്. അടുത്തെങ്ങാനും അവർ കോൺഷ്യസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട് അക്കൈനും ആണെങ്കിൽ കിസറുവിനോട് ചോദിക്കും, നീ മാത്രം എന്തുകൊണ്ട് അൺകോൺഷ്യസ് ആയില്ല? അതിനവൻ പറയും, അതിന്റെ ഉത്തരം എനിക്കും അറിയില്ല. ഒരുപക്ഷെ ഒരു വലിയ പവറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ അത് എന്റെ ഉള്ളിനുള്ളിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്നെ ആ പവറിനെ കീഴ്പ്പെടുത്താൻ കഴിയാതിരുന്നത്. അക്കൈനൊക്കെ ആണെങ്കിൽ അതൊന്നും കേട്ടിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ല. അവനാണെങ്കിൽ ആ ഒരു എൽഡറിനെ കുറിച്ച് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം എവിടെ? അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ആൾ ഓക്കെ അല്ലേ? അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. അതേസമയം ഇവിടെ സെന്റമറു ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് ആ ഒരു ഐലാൻഡ് വിട്ട് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിസറു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് മറുപടി പറയും, ഇവിടെയുള്ള ബാക്കി നേവിക്കാരെല്ലാം കോൺഷ്യസ് ആയതിനു ശേഷം നിന്റെ ചോദ്യത്തിനുള്ള മറുപടി എല്ലാം കിട്ടും. അത് കേട്ട് അക്കൈനോ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ അവനോട് ദേഷ്യപ്പെടും. കിസറുവിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടും. കാരണം കിസറുവിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ടാണ് ഡോക്ടർ വേഗോപങ്ക്. ആളെയാണ് നേവിക്കാരെല്ലാവരും ചേർത്ത് ഇപ്പൊ ഇല്ലാതാക്കി. കിസറു ആണെങ്കിൽ പല്ല് കടിച്ച് ഇപ്പൊ ആളോട് ദേഷ്യപ്പെട്ട് പറയും, നീ എപ്പോഴെങ്കിലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ വേഗോപങ്കുമായിട്ടുള്ള ആ ഒരു ഹാപ്പി മൊമെന്റ്സ് അത് ആലോചിക്കും. ആദ്യം അദ്ദേഹം ഉണ്ടായിരുന്നത് പങ് ഹസാർഡിലാണ്. അതിനുശേഷമാണ് ഈ ഹെഡ് ഐലാൻഡിലേക്ക് അദ്ദേഹം എത്തിയതും റിസർച്ച് അത് ആരംഭിച്ചതും നേവിയുടെ കൂടെ ടൈപ്പ് ആയതും. ആ സമയങ്ങളിലെല്ലാം തന്നെ കിസറുമായിട്ട് ഡോക്ടറിന് വലിയൊരു ബന്ധവും കണക്ഷനും ഉണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. സെന്റമറു പോലും ഡോക്ടർ വേഗോപങ്കിനെ അങ്കിൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതേ കിസറു തന്നെയാണ് അവന്റെ പവർ ഉപയോഗിച്ച് ഡോക്ടർ വേഗോപങ്കിനെ ഇല്ലാതാക്കിയത്. ബസ്റ്റർ കോൾ ഉപയോഗിച്ച് കഴിഞ്ഞ ഡോക്ടർ വേഗോപങ്ക് ഇത്രയും കാലവും കണ്ടുപിടിച്ച ആ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഇല്ലാതാവും. 10 വർഷം അല്ലെങ്കിൽ അതിലും പിന്നോട്ട് പോയതുപോലെ ആയിരിക്കും പിന്നീടുള്ള അവരുടെ എല്ലാവരുടെയും സിറ്റുവേഷൻ. ആ സമയം ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ കിസറുവിനോട് റിക്വസ്റ്റ് ചെയ്ത് കെഞ്ചിയതാണ്. പക്ഷേ വേറെ വഴിയില്ലാതെ കിസറുവിന് അത് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് കിസറു പൊട്ടിക്കരയാണ്. കിസറു ആണെങ്കിൽ ഫുൾ കലിപ്പിൽ ദേഷ്യപ്പെട്ടു പറയും, നിന്നെ പോലെ വെറുതെ അവിടെ ഇരുന്ന് സംസാരിക്കുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. എന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നീ ഇവിടേക്ക് വന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് കേൾക്കുമ്പോൾ അക്കൈനോയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. കിസറു അവന്റെ ഫുൾ കലിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അക്കൈനോ ആണെങ്കിൽ കാര്യം മനസ്സിലാക്കി ഇപ്പൊ കിസറുവിനോട് ക്ഷമ പറയുകയാണ്. അതേസമയം ഇവിടെ മരിച്ചു കിടക്കുന്ന ഡോക്ടർ വേഗോപങ്കിനെ കാണിക്കും. സാഞ്ചി ആണെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ നോക്കും. അവസാന നിമിഷവും ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ ആ ക്ലൗഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും സാഞ്ചിയോട് റിക്വസ്റ്റ് ചെയ്തത് എങ്ങനെയെങ്കിലും ജ്വല്ലറി പെണ്ണിനെ രക്ഷിക്കണം, ഞാൻ താഴെ തന്നെ ഇരുന്നു കൊള്ളാം എന്നാണ്. അത് കേട്ട് സാഞ്ചി ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, അവിടെ നിന്നാൽ വലിയ അപകടമാണ്, നിങ്ങളുടെ ജീവൻ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷെ ഡോക്ടർ വേഗോപങ്ക് ആണെങ്കിൽ ജ്വല്ലറി ബോണിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വീണ്ടും സാഞ്ചിയോട് പറയും. അവസാനമായിട്ട് ഡോക്ടർ വേഗോപങ്ക് അടിച്ചു പറയും, ഇതെന്റെ വിധിയാണ്, സോ ഞാനത് ഏറ്റെടുത്തേ പറ്റൂ, നീ ജ്വല്ലറി ബോണിയെ അവളെ പ്രൊട്ടക്ട് ചെയ്യണം.
സാഞ്ചിക്കാണെങ്കിൽ അപ്പോൾ അതിനർത്ഥം മനസ്സിലാവില്ല. പിന്നീട് ഇപ്പോഴായിരിക്കും ഏകദേശം മനസ്സിലാവുക. നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ വേഗോഫങ്ക് ഓൾറെഡി മനസ്സിലാക്കിയിരുന്നു. ആദ്യം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് ടീച്ചർ മനസ്സിലാക്കി അദ്ദേഹം അത് തിരുത്തി. പക്ഷെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തിരുത്താൻ കാരണമെന്ന് നമ്മുടെ ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലാവാതെ അവർ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതോട്